എന്തോ ഒരു തമാശ പറഞ്ഞു, എന്തോ പറഞ്ഞു. ഇല്ല അപ്പൊ ഇവിടെ രഹസ്യമില്ല എന്തോ പറഞ്ഞു. മേക്കപ്പിന്റെ പറഞ്ഞപ്പോ ചിന്തയോട് ദയവ് ചെയ്ത് അത് പറയരുത്. അത് ചിന്ത മേക്കപ്പിന്റെ കാര്യത്തിൽ അല്ല, ചിന്ത അല്പം വൈകിയല്ലോ. എന്തോ ഒരു പുതിയ ഐറ്റം ആണോ? അപ്പൊ ചിന്തയുടെ ചോദിച്ചു നോക്കാം. ചിന്ത, ഇന്നിപ്പോ ഈ സൗന്ദര്യത്തിന്റെ ഒരു രഹസ്യം എന്താ? പുതിയ എന്തോ ഒരു ഐറ്റം ഇറക്കിയെന്നാ പറഞ്ഞു വസീഫ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മേക്കപ്പ് ഒരു കിറ്റ് കയ്യിലുണ്ടാവോ എപ്പോഴെങ്കിലും? ഇല്ല, അങ്ങനെ ഉണ്ടാവാറില്ല. വളരെ സൗമ്യമായിട്ടാണ് പറഞ്ഞത്. മാത്രമല്ല ചിന്ത, എൻ്റെ ഒരു സംശയം, ഒരുപാട് ട്രോളുകളുടെ പെരുമഴ വരുന്ന സമയത്ത് എങ്ങനെയാ മനസ്സ് വേദനിക്കുകയാണോ ചെയ്യുക? അതല്ല ട്രോള് വന്നു കൊള്ളാം എന്നാണോ? രാവിലെ എണീക്കുന്നത് ഇന്നെന്താ പുതിയത് അങ്ങനെ നോക്കിയിട്ടാ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കൊന്ന് നമ്മുടെ ചാനൽ ചർച്ചയിൽ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ട്രോൾ ഏറ്റുവാങ്ങിയ ആളുകളിൽ ഒരാളാണ് അല്ലേ ചിന്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് വേറൊരു കോണ്ടെക്സ്റ്റിൽ വേറൊരു കാര്യം പറയാൻ വന്നതാണ്. പക്ഷെ ലൈവിൽ ആൾക്കാരെല്ലാം കൂടി ബഹളം വെച്ചിട്ട് ഇത് മാത്രമേ കേട്ടുള്ളൂ. ആ പൊതിച്ചോറിന്റെ രഹസ്യം നമുക്കൊന്ന് വെളിപ്പെടുത്തിയാലോ? എന്താണ് സംഭവിച്ചത്? അല്ല, അന്ന് ശ്രീ അരുൺ തന്നെ ആയിരുന്നല്ലോ പരിപാടി ആങ്കർ ചെയ്തത്. അതെ. അപ്പൊ അതില് ഒരു ചോദ്യം ചോദിക്കാൻ വന്നൊരു സുഹൃത്ത് ചോദിച്ചു, കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മരുന്നൊന്നും ഇല്ല, അവിടെ വരുന്ന രോഗികളൊക്കെ മരുന്നില്ലാതെ തിരിച്ചു പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, താങ്കൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയ വിവരമാണ്? അത് പച്ചക്കള്ളമാണ്. അവിടെ എന്നും പോകുന്നവരാണ് ഞങ്ങൾ, എന്നും ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് കൊടുക്കാൻ പോകുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് താങ്കൾ പറഞ്ഞ വാദം പച്ചക്കള്ളമാണ്. അപ്പം ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവിടെ ബഹളം ഉണ്ടാവുകയാണ്. അതിന്റെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് വലിയ തോതിൽ പ്രചരിപ്പിക്കണം. കാര്യം ചിന്ത പറഞ്ഞത് അക്ഷരാർത്ഥ ശരിയാണ്. കാര്യം ഞാൻ ആ സമയത്ത് ചിന്തയുടെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ചിന്ത ഈ കാര്യം വിശദീകരിക്കുന്നതിന് മുമ്പ് ചിന്തയുടെ കയ്യിലിരിക്കുന്ന മൈക്കിന്റെ സൗണ്ടിനേക്കാൾ കൂടുതൽ ഉച്ചത്തിൽ മറ്റേയാൾ മൈക്ക് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് പറഞ്ഞത് മരുന്നിന് പകരം പൊതിച്ചോറോ, അങ്ങനെയല്ല ചിന്ത പറഞ്ഞത് അല്ലേ? ചിന്ത പറഞ്ഞ കോണ്ടക്സിൽ അപ്പൊ ചർച്ച വേറെ വഴിക്ക് പോയി. അതോട് ചിന്തയുടെ കൈവിട്ടു. ഞങ്ങള് നമ്മുടെ ഇപ്പം വസീഫ് സാർ, സനോജ് സാർ ഇവിടെ ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന പൊതിച്ചോറെന്ന് പറയുന്ന ആ ഒരു വലിയ മഹനീയമായ പ്രവർത്തനത്തെ മറ്റൊന്നും കൊണ്ട് എതിർക്കാൻ പറ്റാത്തവർ പിന്നെ ട്രോൾ ഇറക്കിയെങ്കിലും സമാധാനിക്കട്ടെ എന്ന് ഞങ്ങൾ കരുതി. മനസ്സിൽ സങ്കടമൊന്നും ഉണ്ടാവാറില്ല, ഒട്ടും ഉണ്ടാവാറില്ല. കാരണം വസ്തുത എന്താണെന്ന് ജനങ്ങൾക്ക് അറിയാലോ. അപ്പൊ ചുമ്മാ ഇങ്ങനെ ആരെങ്കിലും എന്തൊക്കെ പറയുന്നത് ഞാൻ തമാശയായിട്ട് എടുക്കുന്ന പോലെ ജനങ്ങളും തമാശയായിട്ട് എടുക്കും. ഈ ഇരിക്കുന്ന ആൾക്കാരുടെ ചർച്ചകളൊക്കെ കാണുമ്പോഴേ പിന്നെ ഇവര് ഏറ്റവും കൂടുതൽ ആര് ചർച്ചയിലിരിക്കുന്ന സമയത്താണ് ആ TV ചാനൽ ചർച്ച കാണാൻ കൗതുകം ഉണ്ടാവുക? പഠിച്ചിട്ടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രസകരമായി അവതരിപ്പിക്കുമല്ലോ. ഇപ്പൊ B ഗോപാലകൃഷ്ണന്റെ കാര്യമാണ് ദീപ്തി പറഞ്ഞത്. അതേപോലെ അല്ല, അങ്ങനെ ഒരാളെ പറയാൻ പറ്റില്ല. ഇവരെല്ലാവരും നന്നായി എതിരാളി ആരാ ഈ കൂട്ടത്തിൽ? അല്ല, അങ്ങനെ ഇതൊരു ഗുസ്തി മത്സരം അല്ലല്ലോ. നമ്മൾ ആശയപരമായി കാര്യങ്ങൾ പറയുന്നു, അവർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നു. അതിനപ്പുറം നമ്മളെല്ലാം സൗഹൃദമാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ജ്യോതി സാറിൻ്റെ കൂടാണ്. ഞാൻ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ആയിരിക്കുമ്പോൾ എൻ്റെ കൂടെ കോൺഗ്രസിന്റെ പ്രതിനിധിയായി സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്ന വ്യക്തിയാണ്. ഒരു പതിറ്റാണ്ടിന്റെ ബന്ധമുണ്ട്. അപ്പം നമ്മൾ ചാനൽ മുറിയിലിരുന്ന് ആശയമായി പോരാടുകയാണ്, അല്ലാതെ വ്യക്തിപരമായി നമ്മളെല്ലാം തമ്മിൽ വലിയ സൗഹൃദം. ജ്യോതികുമാർ സിൻഡിക്കേറ്റിലൊക്കെ ഗംഭീര പ്രകടനമായിരുന്നാ കേട്ടത്, ശരിയല്ലേ? ചാനൽ മുറിയേക്കാൾ വലിയ പ്രകടനം സിൻഡിക്കേറ്റിലായിരുന്നു അല്ലേ? ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല, നമ്മളെല്ലാവരും അതൊക്കെ ചുമ്മാ കയ്യിരുന്നാ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഒരു സിൻഡിക്കേറ്റിന്റെ ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ നിങ്ങൾ ഒരുമിച്ച്? ഞാൻ 2010 മുതൽ 2018 വരെ സിൻഡിക്കേറ്റിലുണ്ടായിരുന്നു. അതിനിടയ്ക്ക് വിദ്യാർത്ഥി പ്രതിനിധി എന്ന നിലയിൽ ചിന്ത വന്നിരുന്നു. P രാജേന്ദ്രൻ സഖാവ് ഉണ്ടായിരുന്നു, സജി ചെറിയാൻ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് SP ദീപക് വന്നിട്ടുണ്ട്. അങ്ങനെ കുറെ ആളുകൾ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. സിൻഡിക്കേറ്റിൽ നിങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടോ? ചിന്തയും ജ്യോതിയും തമ്മിൽ എന്നോട് വലിയ വാത്സല്യത്തോടു കൂടിയാ പെരുമാറിയിട്ടുള്ളത്. ആണോ? ഏറ്റുമുട്ടിയോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഏറ്റുമുട്ടലായിരുന്നോ? എനിക്കതൊരു വാത്സല്യം പോലെ തോന്നിയത്. അതെ, എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. ഞാൻ എന്റെ മറുപടി പറഞ്ഞോട്ടെ. അവിടെ സിൻഡിക്കേറ്റിൽ സ്വാഭാവികമായും രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൂടി വിഷയങ്ങൾ വരുമ്പോൾ രണ്ട് ചേരി തന്നെ വരാറുണ്ട്. ആ ചേരിയിൽ ഇപ്പോൾ ഞങ്ങൾ വരുമ്പോഴും പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ അവിടെ ചിന്ത വിദ്യാർത്ഥി പ്രതിനിധിയായിരുന്നു, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് സംസാരിച്ച് വന്നത് അവരെ പിന്നീട് പുറത്താക്കാൻ എടുത്ത എഫേർട്ട് പല സിൻഡിക്കേറ്റ് മെമ്പർമാരെയും പല രീതിയിലും പുറത്താക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിയമപരമായി.